അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ വളരെ ടേസ്റ്റിലും എളുപ്പത്തിലും പഴം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവരും അവസാനം വരെ കണ്ടു നോക്കണം. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിലേക്കായി 2 നേന്ത്രപ്പഴം പുഴുങ്ങി നന്നായി ഉടച്ചെടുക്കുക. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് മുന്തിരി, കുറച്ച് ബദാം പൊടിച്ചത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന പഴത്തിലേക്കിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവി ഇതിൽ നിന്നും ഓരോ ബോളുകളാക്കി എടുത്ത് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ പരത്തി നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇനി ഒരു ചെറിയ ബൗൾ മൈദയിലേക്ക് അല്പം ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അധികം കട്ടിയല്ലാത്ത രൂപത്തിൽ നന്നായി കലക്കിയെടുക്കുക. ഇനി ഇതിൽ നിന്നും ഓരോന്നെടുത്ത് ബാറ്ററിൽ മുക്കി വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ച് കോരിയെടുക്കാം. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.